അമ്മ എന്താ സാധാരണ സ്ത്രീയാണോ? മഹാദേവിയല്ലേ? തിരുവാഭരണം എവിടെയായിരുന്നാലും അത് തിരികെ കൊണ്ടുവരാനുള്ള ശക്തി ദേവിക്കുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പൂജ നടന്നിരിക്കും. പോയി വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ശരി തിരുമേനി. ഭക്തജനങ്ങൾ ഒരു കാര്യവും അറിയാൻ ഇടവരരുത്. അവരറിയാതെ നോക്കണം. തിരുവാഭരണം എന്തായാലും ദേവി തിരികെ കൊണ്ടുവന്നിരിക്കും. നീ വിഷമിക്കാതെ പോയി ഏർപ്പാടുകൾ ചെയ്യൂ. ശരി. വരൂ തിരുമേനി, പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. നടക്കട്ടെ എന്നല്ല, തീർച്ചയായും നടന്നിരിക്കും. ദേവിയുടെ മാംഗല്യധാരണ എങ്ങനെയായാലും നടക്കും. ഞാൻ ഒന്ന് തന്നെയാണ് പറയുന്നത് തിരുമേനി. അത് ദേവീ ശക്തിയാണ്. ദുഷ്ടശക്തികൾ എന്തു തന്നെ ശ്രമിച്ചാലും ദേവിയുടെ മാംഗല്യത്തിന് ശക്തി ലഭിക്കുന്നതിനെ തടയാനാവില്ല. ദേവിയുടെ പൂജ ശാന്തമായി തന്നെ നടന്നിരിക്കും. അത് പൂർത്തീകരിച്ചാൽ എനിക്കും വലിയ സന്തോഷമാണ്. ഭക്തജനങ്ങൾക്ക് ഇതിൽ പരം മറ്റെന്ത് വേണം? വൈകുന്നേരം പൂജാ സമയത്ത് അവസാനം വരെ നിങ്ങൾ കുറ്റം സമ്മതിക്കില്ല അല്ലേ? ദേവിയുടെ താലി എടുക്കുന്നവരെ ശാപം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആ ശാപം ഒരിക്കലും നിങ്ങളെ വിട്ട് മാറുകയും ഞാൻ ഓർമ്മിപ്പിക്കുക. അമ്മേ, അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എതിരാളികളുടെ സൂചന കിട്ടിയിട്ടുണ്ട്. നീ സൂക്ഷിക്കണം മകളെ. അവരുടെ ശക്തി ഇപ്പോൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ മന്ത്രശക്തി നിമിഷങ്ങൾ കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള 4 ഭാഗത്തും ദുഷ്ടശക്തികളുടെ വിളയാട്ടം കൂടുതലാണ്. നിന്നെപ്പോലെ ദൈവിക ശക്തിയുള്ളവർ ദുഷ്ടശക്തികൾക്ക് സമീപം അധിക സമയം നിൽക്കാൻ പാടില്ല. ശ്രദ്ധയോടെ ഇരിക്കൂ. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഈ കാര്യം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഭയവും ഇല്ല. ആ മഹാദേവന്റെ ദേവിയാണങ്ങ്. ദേവിയെ സഹായിക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഈ കർമ്മത്തിനിടയിൽ മരണപ്പെട്ടാലും സാരമില്ല. അമ്മയെ സഹായിച്ച് മകൾ മരിച്ചു എന്നൊരു ഖ്യാതിയെങ്കിലും ലഭിക്കുമല്ലോ. എനിക്കത് മതിയാകും. എന്നെ അനുഗ്രഹിക്കൂ അമ്മേ. പോയി വരൂ. നിനക്ക് മംഗളം ഭവിക്കട്ടെ. അമ്മയുടെ ആഗ്രഹപ്രകാരം ശത്രുക്കളെ സംഹരിച്ചേ മതിയാകൂ. 2 പേര് ഇവിടെ തന്നെയുണ്ട്. അവരെന്നെ കുരുക്കാൻ നടത്തുന്ന ശ്രമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ അവരുണ്ടാക്കിയ മായാവലയവും എനിക്ക് കാണാനാവുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ അത് മറികടക്കാനാവില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ ചെറിയമ്മയോട് ചോദിക്കാം. അവർക്കറിയാനാകും. ചെറിയമ്മേ, 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 പറയൂ അനന്യ. ചെറിയമ്മേ, ഞാനിപ്പോൾ ചക്രാപുരിയിലാണുള്ളത്. ഇത് അമ്മയുടെ തീരുമാനമാണ്. ചക്രാപുരി പുണ്യമായൊരു സ്ഥലമാണ് അനന്യ. ആ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് ചരിത്ര കഥകളുണ്ട്. ദേവിയുടെ അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ നിന്റെ ആവശ്യം തീർച്ചയായും സാധ്യമാകും. നിന്റെ അമ്മയുടെ ബാഹ്യശരീരം ലഭിക്കണമെന്ന് ദേവിയോട് നീ പ്രാർത്ഥിക്ക്. അതൊക്കെ ചെയ്യാൻ ചെറിയമ്മേ. എന്നാൽ അതിനു മുമ്പായി ഈ എന്നെ കൊണ്ട് അമ്മയ്ക്കൊരു സഹായം ആവശ്യമുണ്ട്. ദേവിയെ സഹായിക്കാൻ നിനക്ക് അവസരം ലഭിച്ചുവെങ്കിൽ നീ പുണ്യം ചെയ്തവളാ. ശരിക്കും എന്താ സംഭവിച്ചത്? ദേവിയുടെ തിരുവാഭരണം കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി. അത് കണ്ടുപിടിച്ച് തിരിച്ച് ദേവി വിഗ്രഹത്തിൽ അണിയിക്കണം. ആ ദുഷ്ടന്മാർ കുളത്തിനരികിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചുറ്റി ആരും വരാതിരിക്കാൻ വേണ്ടി മന്ത്രക്കളം വരച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചെറിയമ്മേ. നീ ദൈവാംശമുള്ള ഒരു ഇച്ഛാധാരി നാഗകന്യകയാണ് അനന്യ. മനുഷ്യരുടെ ജീവിത രീതികളൊന്നും നിനക്ക് യോജിക്കില്ല. നാഗകന്യകയുടെ രൂപത്തിലേക്ക് മാറി നീ ആ വലയത്തെ മറികടക്ക്. അതിനുശേഷം മനുഷ്യരൂപത്തിൽ തന്നെ ആ കുളത്തിൽ മുങ്ങിയിട്ട് വരൂ.
പവിത്രമായൊരു കുളമാണത്. അതിൽ മുങ്ങിയിട്ട് വന്നാൽ തീർച്ചയായും നല്ലത് സംഭവിക്കും. ശരി ചെറിയമ്മേ, അങ്ങനെ തന്നെ ചെയ്യാം. എന്താ ഭദ്ര എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നേ? അനന്യാണെങ്കിൽ സ്വന്തം നാട് വിട്ട് വന്നിരിക്കുക. അവൾക്കൊന്നിനും ഒരു പേടിയുമില്ല. അച്ഛനും അമ്മയും അറിയാതെ ഞാൻ പോലും വന്നിരിക്കുന്നത്. എന്ന് ഇവിടെ വന്നപ്പോഴോ, നാട്ടിലായിരുന്നപ്പോ കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അവൾ സർവ്വസമയവും ഏതോ ഒരു ക്ഷേത്രത്തിലെ ഏതോ ഒരു ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് നടക്കുക. ഞാനിവിടെ ഒറ്റയ്ക്കും. ഞാൻ എന്താ ചെയ്യാ ഭദ്ര? ദേവിയോട് ചോദിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ശരിയാവും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാനും. പക്ഷെ ദേവി പ്രസാദിക്കുന്ന മട്ടേയില്ല. എന്റെ കഷ്ടപ്പാട് ദേവി മനസ്സിലാക്കുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ദേവിയുടെ ശക്തിയെപ്പറ്റി അറിയാത്തോണ്ടാ. ആ ദേവി മനസ്സിലുള്ളത് ഒരു നിമിഷം കൊണ്ട് നിറവേറ്റും. വേണമെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോ നിങ്ങളുടെ കല്യാണ കാര്യങ്ങൾ തുടങ്ങും. ഞാൻ പറയുന്നത് കള്ളമല്ല, സത്യമാ. സത്യമാണോ ഭദ്ര? കല്യാണക്കാര്യം നടക്കുമല്ലോ അല്ലേ? ദേവിയുടെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാവും. എന്റെ ജീവിതത്തിലെ നിലവിളക്കായി എന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരാഗ്രഹം സഫലമായി. ഇനിയുള്ള ആഗ്രഹം നടക്കുന്നതെല്ലാം ദേവിയുടെ കയ്യിലാ. ജീവന തുല്യ സ്നേഹം എനിക്ക് അവളെ. അവളില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പോലും കഴിയില്ല. അവൾക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിരിക്കുന്നു, വേദനിച്ചിരിക്കുന്നു. എന്നാ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളുടെ കൂടെ മാത്രമായിരിക്കും. എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതെല്ലാം സാധിച്ചു കൊടുക്കുന്ന അമ്മയാ ദേവി. അമ്മയുടെ ഈ മകനും മകന്റെ മനസ്സിലെ ഒരേ ഒരു ആഗ്രഹവും അവളുടെ കൂടെ ജീവിച്ച് മരിക്കണമെന്നാ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി. മകന്റെ സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നത് ഒരമ്മയുടെ കടമയല്ലേ? കഷ്ടപ്പാടുണ്ടാവാം, പ്രശ്നങ്ങളും ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാവാം. ഉള്ളിലും ഭയവും പരിഭ്രാന്തിയും പടപടപ്പും ഉണ്ടാവാം, എന്തിന് ആശങ്ക പോലും ഉണ്ടാവാം. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയ്ക്ക് എല്ലാം അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നല്ല കുട്ടിയാ അവള്. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഞാൻ ദേവിയെ വിശ്വസിക്കുക. ഹലോ ബോസ്. എടാ ഭദ്ര, നീ എന്താ ആലോചിച്ച് നിൽക്കാ? അല്ല, നിനക്കൊന്നും പ്രാർത്ഥിക്കണ്ടേ? എന്താടോ, തനിക്ക് രാഖി വേണമെന്നില്ലേ? നീ പ്രാർത്ഥിച്ചല്ലോ. ആ അമ്മയ്ക്ക് നീയും മകനാ, ഞാനും മകനാ. നിന്റെ മനസ്സിലുള്ളത് എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ എന്റെ മനസ്സിലുള്ളതും മനസ്സിലാക്കി കാണും. വലിയ കഷ്ടങ്ങളും തടസ്സങ്ങളും പറയാൻ പറ്റാത്ത അവസ്ഥകളും ദേവി തന്നെ സൃഷ്ടിച്ചത്. അതിനൊക്കെ ദേവി തന്നെ പരിഹാരവും തരും. നീ ഇപ്പൊ പ്രാർത്ഥിച്ച കാര്യം തന്നെ ഞാനും പ്രാർത്ഥിച്ചതെന്ന് കരുതിക്കോളാം. പ്രേമിക്കുന്നവരുടെ പ്രാർത്ഥന എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ സ്നേഹിക്കുന്നവര് എന്ന് നന്നായിരിക്കണമെന്ന്. നീ വളരെ നന്നായി സംസാരിക്കുന്നുണ്ട് ഭദ്ര. ദേവി നിനക്കെപ്പോഴും നല്ലത് മാത്രമേ വരുത്തൂ. നല്ല ആളുകൾക്ക് നല്ലതേ വരുത്തൂ. മോശപ്പെട്ടവർക്ക് മോശവും വരുത്തും. മോശപ്പെട്ടവരെ നല്ലവരെ കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും. നീ എന്താ പറഞ്ഞേ? മോശപ്പെട്ടവർ ഉറപ്പായും മണ്ണോടടിയെന്ന് ഞാൻ പറഞ്ഞു വന്നേ. നിങ്ങൾ വാ, പ്രസാദം വാങ്ങാം. തിരുമേനിയോട് പറഞ്ഞില്ലേ ഇത്തവണത്തെ പൂജ ഗംഭീരമായി നടക്കണമെന്ന്? ഞാൻ പറഞ്ഞു തിരുമേനി. വൈകുന്നേരം 5 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തീർച്ചയായും ദേവിക്ക് മംഗല്യ പൂജ നടന്നിരിക്കണം. ഒരു നിമിഷം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. വ്യക്തമായി പറഞ്ഞേക്കൂ. ശരി തിരുമേനി, ഞാൻ പറയാം. എല്ലാ തവണത്തെയും പോലെ അല്ല ഇത്തവണത്തെ പൂജ. അവരോട് ശ്രദ്ധിച്ചിരിക്കാൻ പറയണം. ഭക്തജനങ്ങൾക്ക് ദേവീ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. പൂജ കഴിഞ്ഞ് മംഗല്യധാരണയും കഴിഞ്ഞ് മഹാമംഗളാർത്തി കാണിച്ചതിന് ശേഷമേ ദേവീ ദർശനവും പ്രസാദവും ഒക്കെ ഉള്ളൂ. അവരോടത് പറഞ്ഞേക്കും. അതെല്ലാം ശരിയാ തിരുമേനി. പക്ഷേ ദേവിക്ക് വ്യാജ താലി സമർപ്പിക്കുമ്പോ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കും, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞേക്ക്.
ദേവിക്ക് മാംഗല്യധാരണവും നടന്നിരിക്കും, ശക്തിയും ലഭിച്ചിരിക്കും. നമ്മൾ കെട്ടുന്ന മാംഗല്യം വെറും ഒരു ചടങ്ങ് മാത്രമാണ്. ദേവിയുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് തീരുമാനിക്കാൻ നമ്മളൊക്കെ ആരാണ്? ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശുഭമുഹൂർത്തത്തിൽ തന്നെ ലഭിക്കേണ്ട ശക്തി തീർച്ചയായും ലഭിക്കുമെന്ന് അവരോട് പറഞ്ഞേക്ക്. ചെല്ലു. ശരി തിരുമേനി. ശക്തിയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. എന്താ ദേവി, ദേവിയുടെ ശക്തിയെല്ലാം പൂർണ്ണമായി നശിച്ചു പോയിരിക്കുന്നുവല്ലേ? കാത്തിരുന്നോളൂ. ദേവിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ സ്വന്തം ശക്തികളെല്ലാം ക്ഷയിച്ചു പോകുന്നതാണ്. അതിനുശേഷം ഒരു ശക്തിയും ഉണ്ടാകില്ല, ഒരു അത്ഭുതവും നടക്കില്ല. നീ വെറും കല്ല് മാത്രം. വരൂ ശേഖർ, ഇത്തവണ പ്രസാദം കുറച്ചധികം ഉണ്ടാക്കണം. ജനക്കൂട്ടം കൂടുതൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പൊ തന്നെ ആരംഭിക്കൂ. ശരി തിരുമേനി. രാഖി എവിടെ? വീട്ടിൽ കൊണ്ടാക്കിയോ? അതെ തിരുമേനി, വീട്ടിലാക്കിയിട്ടേ വന്നേ. ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരം വരെ രാഖി വീടിന് പുറത്തിറങ്ങരുത്. അറിയാൻ തിരുമേനി, അമ്മ അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൾ എന്തായാലും പുറത്തിറങ്ങില്ല. നല്ലത്. ശരി, പ്രസാദം വേഗം തയ്യാറാക്കിക്കൊള്ളൂ. മറക്കാതെ ശർക്കര പായസം ഉണ്ടാക്കണം. ശരി സ്വാമി. വെക്കുള്ളൂ. പൂജ അവസാനിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ക്ഷേത്രക്കുളം നമ്മുടെ അധീനതയിലാവും. രുദ്ര, നിന്റെ ശ്രദ്ധ മുഴുവനും അവിടെയായിരിക്കണം. നമ്മുടെ പൂജയ്ക്ക് യാതൊരുവിധ തടസ്സവും വരാൻ പാടുള്ളതല്ല. സൂക്ഷിക്കണം. ധൈര്യമായിട്ടിരിക്കൂ. കുളത്തിന് ചുറ്റും വേറെ ആരും തന്നെ ഇല്ല. ഒരു തടസ്സവും ഉണ്ടാവില്ല. പൂജ ഭംഗിയായി പൂർത്തിയായിരിക്കും. നിങ്ങൾ തുടർന്നോളൂ. ക്ഷേത്രക്കുളത്തിൽ ഏതോ ഒരു പെൺകുട്ടി മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂജ തടസ്സപ്പെട്ടു. ഇല്ല സ്വാമി, ഇല്ല. ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ആരും തന്നെ വന്നിട്ടില്ല. വന്നിട്ടുണ്ട് രുദ്ര. രുദ്ര, അതവളാണ്. നമ്മുടെ ശത്രുവായ നാഗകന്യകയാണ് വന്നത്. ഇനി എന്താ ചെയ്യേണ്ടത് സ്വാമി? ഭൈരവ, സമാധാനപ്പെടൂ. നമ്മുടെ പൂജ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ എത്തേണ്ടത് ആ ചിതൽപുറ്റിനടുത്തേക്കാണ്. തിരുവാഭരണം ഭദ്രമായി തന്നെ സൂക്ഷിക്കണം. വാ, പോകാം. ശരി, വരൂ. സമയം കഴിഞ്ഞു പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്. വിധിയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. ദേവി പൂജ നടന്നില്ലെങ്കിൽ എല്ലാവർക്കും ആപത്താ. ദേവി ഇപ്പോൾ ശാന്തസ്വരൂപിണിയായിരിക്കുകയാണ്. ദേവിയെ കോപിഷ്ഠയാക്കരുത്. ദേവി കോപിച്ചാൽ ആരെക്കൊണ്ടും താങ്ങാനാവില്ല, ഭസ്മമായി പോകും. പൂജയ്ക്കിനി ബാക്കിയുള്ളത് 10 മിനിറ്റുകൾ മാത്രമാണ്. എന്താ തിരുമേനി, അങ്ങ് എന്തിനാ പേടിക്കുന്നത്? എല്ലാം ദേവിയുടെ തീരുമാനമല്ലേ? ഈ സമയം തർക്കിക്കാൻ വേണ്ടിയുള്ളതല്ല. സുമംഗലി പൂജ നടക്കാതെ ശക്തി ലഭിക്കുകയില്ല. ശക്തി ലഭിച്ചില്ലെങ്കിൽ പൂജ കൊണ്ട് പ്രയോജനമില്ല. ഈ ക്ഷേത്രം തന്നെ നിലനിൽക്കുന്നത് ആ ശക്തിയുടെ മുകളിലാണ്. ആ ശക്തി ലഭിച്ചില്ലെങ്കിൽ ഈ ക്ഷേത്രം വെറും കല്ലുകൾ മാത്രമാണ്. ഈ ക്ഷേത്രം നിലനിന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം? കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയും സമയമുണ്ട്. താലി എവിടെയാണെന്ന് പറയൂ. അറിയാത്ത വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള അറിവ് എനിക്കില്ലല്ലോ തിരുമേനി. താലി എവിടെയാണെന്ന് പറയൂ. തിരുമേനി, അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് ഈ പൂജ നടന്നിരിക്കും. അങ്ങല്ലേ പറയാറുള്ളത്. ആ ദേവി സർവശക്തിയാണെന്നും ദേവിയുടെ ദൃഷ്ടി പതിഞ്ഞാൽ ഈ ഗ്രാമം മുഴുവൻ കത്തി ചാമ്പലാകുമെന്നും. ആകട്ടെ, അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണെങ്കിൽ തിരുവാഭരണം കൊണ്ടുവരട്ടെ, ശക്തി വീണ്ടെടുക്കട്ടെ. തിരുമേനി പറഞ്ഞതുപോലെ ദേവി സർവശക്തിയാണെങ്കിൽ സാധാരണ മനുഷ്യരുണ്ടാക്കിയ തിരുവാഭരണം അവർക്ക് എന്തിനാണ്? നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്. ഇതിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ തീരൂ. സുമംഗലി പൂജ നടന്നിരിക്കും. തിരുവാഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശക്തി നേടേണ്ടത് ദേവിയുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് കാണാം ദേവിയുടെ ശക്തി എന്താണെന്ന്. ദേവി മഹാമായെ, പ്രകൃതിയോട് തന്നെ എതിർത്ത് നിൽക്കാനാണ് ഈ മനുഷ്യൻ ഒരുങ്ങുന്നത്. വിത്ത് വിതച്ചാൽ നെൽമുളയ്ക്കുന്ന ഈ ഭൂമി ഞൊടിയിടയിൽ അഗ്നികുണ്ഠമായി മാറുമെന്ന കാര്യം അവൻ മറന്നുപോയി. എല്ലാ കാര്യത്തിനും ദേവിയുടെ തുണയുണ്ടാകണം, കടാക്ഷമുണ്ടാകണം. എനിക്കെല്ലാം മനസ്സിലായി. ദേവിയെ സഹായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. അമ്മയുടെ ആഭരണം മോഷ്ടിച്ച പാപികളെ സംഹരിക്കുന്നതിൽ എന്റെ പങ്കും ഇരുന്നോട്ടെ. മഹാദേവി ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം കൂടി എനിക്കിരുന്നോട്ടെ.
ചുഴറ്റി തടയാനെതിരെ അണയും പത്മവ്യൂഹം തകരട്ടെ.